അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ആശങ്ക പരത്തുന്നതുമായ ഒരു രോഗമാണ്. എന്താണ് ഈ രോഗം? അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം, അതിൽ തന്നെ 2 വകഭേദങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പറയാം. സാധാരണ രീതിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന രോഗം, അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ PAM അല്ലെങ്കിൽ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയും. ഇത് ഏത് ഈ പ്രായത്തിലുള്ള ആൾക്കാർക്കും രോഗം ബാധിക്കാം. കാരണം ഇപ്പോൾ അടുപ്പിച്ച് ഒരു 3 കേസുകൾ കുട്ടികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ധാരണ ഇത് കുട്ടികളിൽ മാത്രം വരുന്ന ഒരു രോഗമാണെന്നാണ്. അങ്ങനെയല്ല. ഈ പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് അതേപോലെ തന്നെ ആദ്യമായി ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗവുമല്ല. ഇന്ത്യയിൽ ഏകദേശം രേഖപ്പെടുത്തിയ കേസുകളുടെ എണ്ണം തന്നെ 30ഓട് അടുത്ത് വരും. ഇത് സാധാരണ രീതിയിൽ നിങ്ങളെല്ലാം കേട്ട പോലെ തന്നെ ഈ വെള്ളത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. വെള്ളത്തിൽ മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ ഈ മലിനമായ വെള്ളം മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിലൂടെയാണ് ഈ രോഗകാരിയായ അമീബ, അല്ലെങ്കിൽ നമ്മളതിനെ ഫ്രീ ലിവിങ് അമീബ എന്ന് പറയും. സാധാരണ രീതിയിൽ രോഗമുണ്ടാക്കുന്നത് നീഗ്ലേരിയ ഫൗലറി എന്ന് പറയുന്ന ഒരു അമീബയാണ്. ഇത് മൂക്കിനുള്ളിൽ കൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും ഈ തലച്ചോറിൽ പ്രത്യേക രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി തലച്ചോറിൽ വലിയ രീതിയിലുള്ള ഈ ഡാമേജ് വരുത്തുകയും രോഗി മരണത്തിലേക്ക് പോവുകയാണ് സാധാരണ ചെയ്യാറ്. ഈ അമീബയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെ നമ്മൾ സാധാരണ രീതിയിൽ വെള്ളത്തിലാണ് ഇത് കാണാറ്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ശുദ്ധജലത്തിലോ ആണ് ഇത് കാണാറ്. ഉപ്പുവെള്ളത്തിലോ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലോ ഇത് കാണാറില്ല. അതേപോലെ തന്നെ ഇത് ഈ വെള്ളത്തിൻ്റെ ചൂട് കുറച്ച് കൂടുന്ന സമയത്താണ് ഇത് ഈ രോഗകാരികളാവാനുള്ള സാധ്യത കൂടുതൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമീബയ്ക്ക് ഏകദേശം 5 ഡിഗ്രി ചൂട് മുതൽ 45 ഡിഗ്രി ചൂട് വരെയുള്ള ആ ചൂടിൽ ജീവിക്കാൻ പറ്റും. അപ്പം ഇതിന് 2-3 വകഭേദങ്ങളുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് അത് 2-3 രീതിയിലേക്കുള്ള വകഭേദങ്ങളായി മാറും. ഈ സാധാരണ രീതിയിൽ ഈ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഇതൊരു സിസ്റ്റ് പോലെ രൂപപ്പെടുകയും അമീബിക് സിസ്റ്റ് എന്ന് പറയും. അത് ജീവനോടെ തന്നെ അവിടെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാലും ഇതിന് വെള്ളത്തിൽ നിൽക്കാൻ പറ്റും. ഈ ചളിയിലൊക്കെ തന്നെ നിൽക്കാൻ പറ്റും. പിന്നീട് അത് വെള്ളത്തിൻ്റെ ചൂട് കൂടുന്ന സമയത്താണ് അതിൻ്റെ മറ്റ് ഈ വകഭേദങ്ങളിലേക്ക് ഈ ട്രോഫോസോയിറ്റ് ആ രീതിയിലേക്കൊക്കെ മാറുന്നത്, അല്ലെങ്കിൽ ഫ്ലാജെല്ലേറ്റ് ഫോമിലേക്ക് മാറുന്നതും അത് ഈ രോഗം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ ചൂട് വെള്ളത്തിൽ മാത്രമല്ല ഈ രോഗം കാണുന്നത്. ആ വെള്ളത്തിൻ്റെ ചൂട് കൂടുന്ന സമയത്താണ് ഇതിനെ കൂടുതൽ അപകടകാരികളായി മാറുന്നത്. ഇത് ഏതൊക്കെ രീതിയിലുള്ള വെള്ളത്തിലാണ് കാണുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ജനങ്ങൾക്കുള്ള ആശങ്ക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉപ്പ് വെള്ളത്തിലും അതേപോലെ തന്നെ ക്ലോറിനേറ്റഡ് വെള്ളത്തിലും ഇതിന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നശിച്ചു പോകാനാണ് സാധ്യത. ഈ ഒഴുക്കില്ലാതെ കെട്ടി നിൽക്കുന്ന വെള്ളം, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ വറ്റിയ കുളങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചളിയിലും ഈ അമീബയ്ക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ വെള്ളം കൂടി വരുന്ന സമയത്ത് ഈ വെള്ളം കലങ്ങുകയും വെള്ളം ഒഴുകിപ്പോവാതെ നിൽക്കുകയും ചെയ്യുമ്പം ആ തരത്തിലുള്ള വെള്ളം, അതല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ തടയണയൊക്കെ കെട്ടി നിർത്തിയിട്ട് വലിയ ഒഴുക്കില്ലാത്ത വെള്ളം, ഇത്തരം വെള്ളത്തിലേക്ക് മുങ്ങുമ്പോഴാണ് ഇത് മൂക്കിലൂടെ കയറുകയും രോഗകാരികളായി മാറുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലും രോഗം വന്നോളണമെന്നില്ല. കാരണം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ നടത്തിയ പഠനങ്ങളിൽ ഈ അമീബയുടെ ആൻറ്റിബോഡി പലരുടെ ശരീരത്തിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻറ്റിബോഡി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഈ അമീബയ്ക്ക് ആൾക്കാർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ എല്ലാവരിലും രോഗലക്ഷണം വരണമെന്നില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കെട്ടിനിൽക്കുന്ന ജലാശയങ്ങളോ അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യാത്ത ജലാശയങ്ങളിലേക്കോ മുങ്ങുന്നത് അല്ലെങ്കിൽ മുങ്ങിക്കുളിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ അർത്ഥം ആരും വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാൻ പാടില്ല എന്നല്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഡെങ്കിപ്പനിയുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ തന്നെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് വിചാരിച്ച് ആരും പുറത്തിറങ്ങി നടക്കാതിരിക്കാറില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കൃത്യമായ രീതിയിലേക്കുള്ള ഈ മാർഗനിർദ്ദേശങ്ങളും
അതനുബന്ധിച്ചുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് സംസാരിക്കാം. ഇനി ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി സാധാരണ ഏത് വൈറൽ പനിയിലും കാണുന്ന പോലെ തന്നെ പനി, ശരീരവേദന, തലവേദന ഈ രോഗലക്ഷണങ്ങളാണ് കാണുന്നത്. ഈ ഒരു രോഗലക്ഷണം വരുന്ന സമയത്ത് ഇത് കൃത്യമായ അമീബിക് മെനിഞ്ച എൻസെഫലൈറ്റിസ് ആണ് എന്ന് നിർണ്ണയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. പിന്നീട് രോഗം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് രോഗിക്ക് അപസ്മാരം വരിക, അതേ രീതിയിൽ ബോധക്ഷയം വരിക, ഈ കഠിനമായ തലവേദന അനുഭവപ്പെടുക, ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ഈ സമയത്താണ് നമുക്ക് ഈ ഒരു മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് എന്നുള്ളത് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് സംശയം തോന്നുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ രോഗനിർണയം നടത്തുന്നത് ഈ നട്ടെല്ലിൽ നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്ത് അത് പരിശോധിക്കുമ്പോഴാണ്. ഇത് പരിശോധിക്കുമ്പോഴും പലപ്പോഴും നമുക്ക് കൃത്യമായി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ അത് വൈറസ് കൊണ്ട് വരാം, ബാക്ടീരിയ കൊണ്ട് വരാം, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അമീബ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അണുക്കൾ കൊണ്ടും വരാം. ഇത് തുടക്കത്തിലുള്ള ഈ നട്ടിൽ നിന്നുള്ള പരിശോധനയിൽ അധിക സമയത്തും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെയാണ് ഇത് കാണിക്കുക. പക്ഷേ നമുക്ക് ഈ രോഗിയുമായി കൂടുതൽ സംസാരിച്ച് ഇതേ രീതിയിൽ വെള്ളത്തിൽ മുങ്ങിയതിൻ്റെതൊക്കെ ഒരു ഹിസ്റ്ററി കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്പെസിഫിക്കായി ഈ നട്ടിൽ നിന്ന് കുത്തിയെടുത്ത ദ്രാവകത്തിൽ അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ ഈ അമീബ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തണം. അത് സാധാരണ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഈ പരിശോധിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക തരം ചില സ്റ്റെയിൻ ഉപയോഗിച്ച് പരിശോധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോബയോളജിസ്റ്റിന് ഈ ദ്രാവകത്തിൽ ഈ അമീബയെ അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ അമീബയെ കണ്ടുപിടിക്കാൻ കഴിയും. ഈ വളരെ തുടക്കത്തിൽ തന്നെ ഈ രോഗം നിർണ്ണയിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലേക്കുള്ള ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രോഗിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്ക് രോഗിക്ക് ബോധക്ഷയം സംഭവിക്കാം, വെന്റിലേറ്റർ സഹായവും ICU ചികിത്സയും വേണ്ടി വരാം. ആ സമയത്ത് അപസ്മാരം കൺട്രോൾ ചെയ്യാനുള്ള ചികിത്സ, തലച്ചോറിൻ്റെ നീർക്കെട്ട് കുറയാനുള്ള ചികിത്സ, അതിൻ്റെ കൂടെ തന്നെ ഈ അമീബയെ നശിപ്പിക്കാനുള്ള രീതിയിലുള്ള ചികിത്സയും കൂടെയാണ് ചെയ്യുക. അതിന് സാധാരണ രീതിയിൽ പല മരുന്നുകളുടെ ഒരു മിശ്രിതം അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഈ ഡിഫറെൻറ്റ് ഡ്രഗ്സ് ആണ് ഉപയോഗിക്കാറ്. നമ്മൾ സാധാരണ ഈ ഫംഗസിനെതിരെയും ഈ ബാക്ടീരിയക്കെതിരെയും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പലതരം മരുന്നുകൾ ആണ് ഇതിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കുക. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ലൈപ്പോസോമൽ ആംഫോട്രസിൻ ബി, അതേപോലെ തന്നെ ഫ്ലൂക്കനസോൾ, TB ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റിഫാംബിസിൻ, മറ്റ് ബാക്ടീരിയൽ അണുബാധയ്ക്ക് എതിരെ ഉപയോഗിക്കുന്ന അസിത്രോമൈസിൻ, ഈ മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ സാധാരണ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറ്. ഇതിൽ തന്നെ മറ്റൊരു മരുന്നും ഈ ചികിത്സയ്ക്ക് ഫലപ്രദമാണെന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ മരുന്നിനെ മിൽറ്റിഫോസിൻ എന്ന് പറയും. അത് സാധാരണ രീതിയിൽ ഈ ക്യാൻസർ ചികിത്സയ്ക്കും ഈ ലീഷ്മാനിയാസിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ ചികിത്സയ്ക്കുമാണ് ഉപയോഗിക്കാറ്. പക്ഷേ നിർഭാഗ്യവശാൽ മുമ്പ് ഈ മരുന്ന് ഇന്ത്യയിൽ ലഭ്യമായിരുന്നെങ്കിലും ഇപ്പോൾ ഈ മരുന്ന് ഇന്ത്യയിൽ ലഭ്യമല്ല. വീണ്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരുന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കേണ്ടതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിലുള്ള മറ്റൊരു ചാലഞ്ച്, നമുക്ക് ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് കൃത്യമായ രീതിയിൽ തലച്ചോറിലേക്ക് എത്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഈ മരുന്നുകളുടെ അളവ് ഈ തലച്ചോറിലെ ദ്രാവകത്തിൽ കൃത്യമായ അളവിൽ ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ പറ്റുന്ന അളവിലേക്ക് എത്തിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ മരുന്നുകൾ, പ്രത്യേകിച്ചും ഈ ആംഫോട്രസിൻ ബി എന്നുള്ള മരുന്ന് നമ്മൾ ഈ തലച്ചോറിൻ്റെ ഉള്ളിലെ ദ്രാവകത്തിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഈ മരുന്നിൻ്റെ അളവ് കൂടുതൽ വെച്ച് കഴിഞ്ഞാലും ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ സാധിക്കും. ഈ മിൽറ്റിഫോസിൻ എന്ന് പറയുന്ന മരുന്നില്ലാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നുകൾ തന്നെ തുടക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പല രോഗികളെയും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മരുന്നുകളെക്കാൾ പ്രധാനം ഈ രോഗം വളരെ തുടക്കത്തിൽ തന്നെ കൃത്യമായി നിർണ്ണയിക്കുകയും ചികിത്സ തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൃത്യമായ രീതിയിലുള്ള ICU പരിചരണവും രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ അടുപ്പിച്ച് നമുക്ക് ഈ കേസുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഏകദേശം ഇതുവരെ 30ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പകുതിയിലധികവും ഈ മുതിർന്ന ആൾക്കാരിൽ തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ മാത്രമേ ഈ രോഗം വരൂ എന്നുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ കൂടുതലായി ഈ രോഗം നിർണ്ണയിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവസാനമായിട്ടും ഇപ്പോൾ ചികിത്സയിലുള്ള ഒരു കുട്ടിയും കുളത്തിൽ മുങ്ങിയ ശേഷമാണ് രോഗലക്ഷണങ്ങൾ വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകിച്ച് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജലാശയങ്ങളിൽ ഈ അമീബയുടെ സാന്നിധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ നശിപ്പിക്കാം? അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് ഇത്തരത്തിലുള്ള ജലാശയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ് കൊടുക്കേണ്ടത്? അപ്പോൾ ഇത് വളരെ എമർജൻസി ആയിട്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയും ഈ വെള്ളത്തിൽ ഇതിൻ്റെ അളവ് ഒരു ഡേഞ്ചറസ് ലെവലിൻ്റെ മുകളിലില്ല എന്ന് ഉറപ്പുവരുത്തുകയും അത്യാവശ്യം ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കുട്ടികളിൽ കൂടുതലായി ബാധിക്കുന്ന രീതിയിലേക്ക് കാണുന്നത് കൊണ്ട് ഈ അമീബയ്ക്ക് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ജനിതക വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ ആ കാര്യങ്ങളും പഠന വിധേയമാക്കേണ്ടതാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കുറച്ച് കാലം മുമ്പേ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരവുമായി മരണപ്പെട്ടതായുള്ള റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവാം. അത് പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ല. ഇത് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് പോലും കൺഫ്യൂഷനുള്ള ഒരു ഏരിയ ആണത്. ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് തന്നെ 2 വിഭാഗത്തിലുണ്ട്. ഈ വെള്ളത്തിൽ മുങ്ങി ഉടനടി തന്നെ രോഗലക്ഷണം വരുന്നതിനെയാണ് ഈ ഈ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ രോഗകാരികൾ ഈ നീഗ്ലേറിയ ഫോലേറി എന്ന് പറയുന്ന അമീബയാണ്. എന്നാൽ മുമ്പ് ഒരു കുട്ടി കണ്ണൂരിൽ നിന്ന് വന്ന കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത് അത് ഗ്രാനുലോമാറ്റസ് അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷനാണ്. GAE എന്ന് പറയും. അതും ഇന്ത്യയിൽ ഏകദേശം 50ഓളം കേസുകൾ മുമ്പേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകൾ പ്രത്യേക തരത്തിലുള്ള ചില അമീബയുടെ ഭാഗമായിട്ടാണ്. അക്കാന്ത് അമീബ എന്ന് പറയുന്ന ഒരു അമീബയാണ് അത് വളരെ കോമൺ ആയിട്ട് ആ രോഗമുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ബാലമൂത്യ മാൻഡ്രിലാരിസ് എന്ന് പറയുന്ന മറ്റൊരു അമീബയും രോഗകാരികളാവാം. എന്നാൽ അവസാനത്തെ കേസിൽ ഇതൊന്നുമല്ലാതെ മറ്റ് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു അമീബയാണ് വേർതിരിച്ചെടുത്തത്. വെർമബീബ വെർമിഫോമിസ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അമീബയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഈ പുതിയൊരു അമീബ അത്തരം രോഗകാരികളായതുകൊണ്ട് തന്നെ പറ്റിയും കൂടുതൽ പഠിക്കേണ്ടതാണ്. പക്ഷേ ഈ ഗ്രാനുലോമാറ്റസ് അമീബിക് എൻസെഫലൈറ്റിസിലുള്ള വ്യത്യാസം, ആ രോഗ അണുക്കൾ നമ്മളെ ശരീരത്തിൽ കയറുന്നത് ഈ മൂക്കിലൂടെ തലച്ചോറിലേക്ക് കയറുന്ന ഒരു റൂട്ടിൻ്റെ പുറമെ നമ്മൾ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളം കുടിക്കുന്ന അതിലൂടെ ഈ രോഗം നമ്മുടെ ശരീരത്തിലേക്ക് കയറാം. ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ അടങ്ങിയ ആ എയർ നമ്മൾ ശ്വസിക്കുമ്പോൾ ലങ്സിലൂടെ കയറാം. ദേഹത്തെവിടെയും മുറിവുണ്ട്, ആ മുറിവിലേക്ക് ഈ വെള്ളം വരികയാണെങ്കിൽ ആ രീതിയിലും ശരീരത്തിലേക്ക് രോഗാണു വരാം. അതേപോലെ തന്നെ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക. അതും രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലേക്ക് പോവില്ല. ഈ വളരെ സ്ലോ ആയിട്ടേ ഗുരുതരാവസ്ഥയിലേക്ക് പോവുള്ളൂ. ആ ഗുരുതരാവസ്ഥയിൽ പോയാൽ തന്നെ രോഗനിർണയം നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം നമ്മൾ നട്ടിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ആ അണുക്കളെ എല്ലാ സമയത്തും കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ രോഗനിർണയം നടന്നത് ഈ രോഗി മരണപ്പെട്ട ശേഷം ഈ തലച്ചോറിൽ നിന്നൊക്കെയുള്ള ഈ ബയോപ്സി കോശങ്ങളെടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് അത്തരം അമീബയെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അതിൻ്റെ ചികിത്സാ രീതികളും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. നമുക്ക് തുടക്കത്തിലേ കണ്ടുപിടിക്കണം. ഈ മരുന്നുകളുടെ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതും പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ വീണ്ടും കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ രീതിയിലുള്ള ഈ വെള്ളത്തിലാണ് കാണുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ പഠിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഗുരുതരാവസ്ഥയിലേക്ക് വരുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് മാത്രമാണ് വരുന്നതെങ്കിൽ ഈ ഗ്രാനുലോമാറ്റസ് അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് നമ്മൾ പല രീതിയിലും വെള്ളത്തിലൂടെ ശരീരത്തിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലുള്ള വെള്ളത്തിലൂടെയാണ് അത് വരുന്നത്, അത് ഏത് തരത്തിലുള്ള അമീബയാണ് കൃത്യമായിട്ട് രോഗകാരി ആയത്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ വളരെ വിശദമായി തന്നെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള പല മസ്തിഷ്ക ജ്വരങ്ങളും നമ്മുടെ നാട്ടിൽ വന്നതാണ്. ആ സമയത്തൊക്കെ തന്നെ നമുക്കതിനെ കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു അസുഖവും നമുക്ക്
പെട്ടെന്ന് തന്നെ കൂടുതൽ ആൾക്കാരിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഈ ഒരു അസുഖം ഇപ്പോൾ കണ്ടുപിടിച്ചതുകൊണ്ട് ഇത് ആദ്യമായി വരുന്നതാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ തന്നെ ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ വന്ന പലരുടെയും ഈ രോഗകാരി അല്ലെങ്കിൽ രോഗകാരിയായ ഈ അണു ചിലപ്പോൾ ഇത്തരത്തിലുള്ള അമീബയാവാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ല രോഗകാരികളെന്ന് ഉറപ്പുവരുത്തേണ്ട രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതിലേക്കുള്ള ഒരു ആവശ്യകത കൂടിയാണ് ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇത്തരം രോഗികളെ കൈകാര്യം ചെയ്യുന്ന ഈ തുടക്കത്തിലെ രോഗലക്ഷണങ്ങളാണെങ്കിലും പിന്നീട് ഗുരുതര രോഗലക്ഷണങ്ങളുമായിട്ടൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും ഈ ഒരു രോഗത്തെ പറ്റിയുള്ള കൂടുതൽ ധാരണയും ചികിത്സാ രീതികളെ പറ്റിയുള്ള ഈ പുതിയ മാർഗങ്ങളെക്കുറിച്ചുള്ള രീതികളും നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.